പ്രണയിനി. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 19. കുളത്തിൻ്റെ അവസാനത്തെ പടികളിൽ ഇരുന്നു കൊണ്ട് ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന മുകുന്ദേട്ടൻ. എൻ്റെ ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നത്. ഭൂമിയും ആകാശവുമെല്ലാം തലകീഴായി മറയുന്നത് പോലെയുള്ള തോന്നൽ എന്നിലപ്പോൾ ഉണ്ടായി. ആ സമയം ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ. ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്ന് പോലും ഒരു വേള എനിക്ക് സംശയം തോന്നി. തീർത്തും നിർവികാരതയോടെ ജീവനുള്ള ഒരു ശവമായി ഞാൻ അവിടെ അനങ്ങാതെ നിലകൊണ്ടു. ആരാണത്? മുകുന്ദേട്ടനെ സ്നേഹിത്ത പെൺകുട്ടിയാണോ? അതുകൊണ്ടായിരിക്കുമോ ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ എന്നോട് ദേഷ്യത്തോടെ സംസാരിച്ചത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഏട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുമോ? അവൾ സർവം തകർന്നതുപോലെ കുളത്തിൻ്റെ ചുറ്റുമതിലിലേക്ക് ചാരിയിരുന്നു. ഇല്ല, ഒരിക്കലും അതിന് കഴിയുകയില്ല. എൻ്റെ ഹൃദയം നൊടിയിടയിൽ തന്നെ അതിനുള്ള ഉത്തരം നൽകി. വീണ്ടും കണ്ണുകൾ വേദനയോടെ അവരിലേക്ക് നീണ്ടു. ആ പെണ്ണ് മുകുന്ദേട്ടൻ അരികിൽ മുട്ടിയിരുന്നു കൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഏങ്ങലടിക്കുന്നത് പോലെ ശരീരം ആകമാനം കുലുങ്ങുന്നുമുണ്ട്. അവളുടെ കരച്ചിൽ കണ്ടിട്ടാവാം ഏട്ടൻ ആ പെണ്ണിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ആശ്വസിപ്പിക്കുന്നത്. അന്യായി ഏതൊരു പെണ്ണിൻ്റെയും മുഖത്തുപോലും നോക്കാത്ത മുകുന്ദേട്ടൻ, ഒരു പെണ്ണിനോട് പോലും ആവശ്യമില്ലാത്ത സംസാരിക്കാത്ത മുകുന്ദേട്ടൻ, ഏതൊരു സ്ത്രീയോടും സംസാരിക്കുമ്പോൾ ഒരു കൈ അകലത്തിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് വാക്കുകളിൽ കാര്യം പറയുന്ന മുകുന്ദേട്ടൻ. ഇതിനെല്ലാം അപ്പാടെ തകർക്കുവാൻ പോന്നതാണ് താനിപ്പോൾ കാണുന്ന ഈ കാഴ്ച. മുകുന്ദേട്ടൻ്റെ മറ്റൊരു രൂപം. എന്നിലെ പ്രണയിനി ശബ്ദമുണ്ടാക്കാതെ ഉച്ചത്തിൽ കരഞ്ഞുപോയി. ദിഗന്ധങ്ങൾ പോലും പൊട്ടുമാറുച്ചത്തിൽ. പിന്നീട് എനിക്ക് അവിടെ നിൽക്കുവാനായി തോന്നിയില്ല. ദിക്കറിയാത്തവളെ പോലെ ഞാൻ മുന്നിൽ കണ്ട വഴിയിലൂടെ നടന്നു. മുൻപിലുള്ളതൊന്നും എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. മതിഭ്രമം ബാധിച്ചവളെ പോലെ ഞാൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. ചിന്തിക്കാനുള്ള ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് പോകുവാനുള്ള വഴി ഞാൻ മറന്നിരുന്നു. വീട്ടുകാരെയും മറന്നു. എന്തിനു കൂടുതൽ പറയണം, ഞാൻ എന്നെ തന്നെ മറന്നുപോയിരുന്നു. ദിക്കറിയാതെ ഞാൻ നേരെ നടന്നു കയറിയത് മഞ്ചാടിക്കാട്ടിലേക്കാണ്. അമ്പലക്കുളത്തിന് പിന്നിലായി മഞ്ചാടി മരങ്ങൾ മാത്രം വളർന്നു നിൽക്കുന്ന സ്ഥലമായിരുന്നു മഞ്ചാടിക്കാട്. ഏകദേശം 1 ഏക്കറോളം വരുന്ന ദേവസ്വത്തിൻ്റെ ഭൂമി. പകൽ സമയത്ത് പോലും ആളുകൾ അതിനുള്ളിലേക്ക് കടക്കുവാനൊന്ന് പേടിക്കും. കാരണം മഞ്ചാടി മരങ്ങൾ അത്രമേൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാട് പോലെ തോന്നിക്കുന്ന ആ പ്രദേശത്തേക്ക് പോകുവാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? പകല് പോലും സൂര്യൻ്റെ പ്രകാശം അതിനുള്ളിലേക്ക് കയറി ചെല്ലുവാൻ ഒന്നും മടിക്കുമായിരുന്നു. അത് മാത്രമല്ല, ആ കാടിനുള്ളിൽ അവിടെ ഇടയുമായി വളർന്നു നിൽക്കുന്ന കരിമ്പനകൾ കാരണം അവിടെ യക്ഷിയുടെ പോക്കുവരവുണ്ടെന്നുള്ള ഒരു വിശ്വാസവും നാട്ടുകാരിൽ പടർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് മഞ്ചാടിക്കാട് എന്ന ഗ്രാമവാസികൾ തന്നെ പേര് നൽകിയത്. സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് അവിടെ മുഴുവൻ ഇരുണ്ട് കാണപ്പെട്ടു. പലതരത്തിലുള്ള പക്ഷികളുടെയും ജീവികളുടെയും കരച്ചിൽ അവിടെ ആകമാനം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിനുള്ളിലേക്ക് നടന്നു നീങ്ങി. അവിടെ മുഴങ്ങി കേൾക്കുന്ന പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊന്നും എനിക്ക് കേൾക്കുവാനായി സാധിച്ചില്ല. നെഞ്ചു മുഴുവൻ മുകുന്ദേട്ടൻ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനാവുക? ഏതോ ഒരു മരത്തിൻ്റെ തടിയിൽ തട്ടി ഞാൻ മുന്നോട്ടേ പോകുവാൻ ആവാതെ തടഞ്ഞു നിന്നു. മനസ്സിൻ്റെ തളർച്ച ശരീരത്തെയും ബാധിച്ചതിനാലാവാം ആ മരത്തിലേക്ക് ചാടി ഞാൻ നിലത്തേക്ക് ഊർന്നിറങ്ങിയിരുന്നത്. കാലിൽ ചെരുപ്പില്ലാത്തതിനാൽ തന്നെ കൂർത്ത മുള്ളുകൾ ഉള്ളംകാലിൽ തറച്ചു കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്തും കയ്യിലുമൊക്കെ എന്തൊക്കെയോ കൊണ്ട് പോറിയിട്ടുണ്ടായിരുന്നു. കറുത്ത ഇരുട്ടിലേക്ക് കണ്ണും തുറച്ച് നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു, ഒരു ഭ്രാന്തിയെപ്പോലെ. ആ കാട്ടിലുള്ള വിഷജന്തുക്കളെ പോലും മറന്നുകൊണ്ടുള്ള എൻ്റെ ആ ഇരിപ്പ് അപകടകരമാണെന്ന് തലച്ചോറ് പല പ്രാവശ്യം മുൻകരുതൽ നൽകിയിട്ടും എൻ്റെ മനസ്സൊന്നും കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. അതപ്പോഴും കുളക്കടവിലെ ദൃശ്യത്തിൽ തന്നെ മിഴിയൂന്നി നിൽക്കുകയായിരുന്നു. പ്രായപൂർത്തിയായ പെണ്ണ, എന്തിനാ അവളെ കോവിലിലേക്ക് ഒറ്റയ്ക്ക് വിട്ടേ? 8 മണി കഴിഞ്ഞിട്ടും പ്രിയ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന് അറിഞ്ഞതും ചിറക്കിലെ വീട്ടിൽ ഭീതി പരന്നു. മാധവി ആദ്യ പിടിച്ചുകൊണ്ട് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പേടിക്കല്ലേ അമ്മേ, അച്ഛൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ലേ? ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കയറി നിന്നിട്ടുണ്ടാവും. അവരെ സമാധാനിപ്പിക്കുവാൻ എന്നവണ്ണം സിറ്റൗട്ടിലെ തൂണിൽ ചാരിയെന്ന ദീപ പറഞ്ഞതും മാധവി അതത്ര കാര്യമാക്കിയില്ല. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ അവള്. ഇനി അമ്പലത്തിൽ പോണമെന്നും പറഞ്ഞ് ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അവർ വാശിയോടെ പിറുപിറുത്തു. ഒന്നാമത് സന്ദീപും കൂടി ഇവിടെ ഇല്ല. രാമേട്ടൻ്റെ കൂടെ ഒന്ന് അന്വേഷിച്ചാൽ പോലും ആരുമില്ലാണ്ടായി. അവരതും പറഞ്ഞുകൊണ്ട് ഗേറ്റിനരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് വഴിക്കണ്ണെറിഞ്ഞു. എൻ്റെ കൃഷ്ണ, എൻ്റെ മോക്കൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു.
8 മണി 8:30 ആയപ്പോഴേക്കും അവർ കരയുവാനായി തുടങ്ങിയിരുന്നു. അമ്മേ, കരയല്ലേ അമ്മേ, ഞാൻ ഒന്നുകൂടെ അച്ഛനെ വിളിച്ചു നോക്കാം. സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് കരയുന്ന മാധവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ കയ്യിലിരുന്ന ഫോണിൽ നിന്ന് രാമച്ചൻ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. അച്ഛേ, എന്തായി? പ്രിയ അവളെ കിട്ടിയോ? ദീപയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. ഇല്ല മോളെ, ഞങ്ങൾ അമ്പലത്തിനുള്ളിലായിപ്പോൾ. മുകുന്ദനും കൂട്ടുകാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കരയോ കരുവുണ്ട്. സർവം തകർന്നെന്നുള്ള രീതിയിലുള്ള ഒരു അച്ഛൻ്റെ ശബ്ദം അവളെ നടുക്കി കളഞ്ഞിരുന്നു. അച്ഛേ, സന്ദീപേട്ടനോട് പറയണ്ടേ? അവൾക്ക് എന്ത് ചോദിക്കണമെന്നോ പറയണമെന്നോ ആ സമയം അറിയില്ലായിരുന്നു. അത്രമേൽ സങ്കടം ദീപയെ കാർന്നു തിന്നിരുന്നു. അവൻ വരുന്നുണ്ട് മോളെ. അവൾ ഇവിടെ എങ്ങാണ്ടുണ്ട് കുഞ്ഞെ. കുഞ്ഞിയുടെ ചെരുപ്പ് അമ്പലത്തിന് പുറത്തുണ്ട്. അയാൾ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞത് ദീപ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അച്ഛാ, കരയല്ലേ, ഞങ്ങൾ അവളുമായി വരും മോളെ. അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണേ, അവൾ പേടിക്കുമില്ലെങ്കിൽ. അവസാനം അത്രയും കൂടി പറഞ്ഞിട്ട് രാമചന്ദ്രൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു. ദീപ അപ്പോഴേക്കും മാധവിയുടെ അരിയിലേക്ക് ചെന്നിരുന്ന് കഴിഞ്ഞിരുന്നു, ഒരു താങ്ങിന് വേണ്ടി. രാമച്ചേ, ഇവിടെ എല്ലാം നോക്കി, ഒരിടത്തും കാണാനില്ല. CCTVയിൽ പ്രിയ അമ്പലത്തിന് പുറത്തേക്ക് പോയതായിട്ട് കാണിക്കുന്നുമില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? മുകുന്ദൻ പരവേശത്തോടെ രാമചന്ദ്രനെ നോക്കി. കുളത്തിൽ നോക്കിയോ? വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ തിരക്കി. ശേഷം നിറഞ്ഞു തൂവിയ കണ്ണുകളെ ഷർട്ടിൻ്റെ കൈയിലേക്ക് തുടച്ചെടുത്തു. നോക്കി. അഭിയും കൂട്ടരെല്ലാവരും കൂട്ടത്തോടെ അമ്പലത്തിന് ചുറ്റും അരിച്ചു പെറുക്കുന്നുണ്ട്. മുകുന്ദൻ അയാളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അറിയിച്ചു. എവിടെ പോയതാ കുഞ്ഞി നീ? ഈ അച്ഛൻ്റെ നെഞ്ചിൽ തീ കോരിയിട്ടല്ലോ മോളെ. ആ അമ്പലമുറ്റത്തിരുന്ന് രാമചന്ദ്രൻ ഒടുക്കം പൊട്ടിക്കരഞ്ഞു പോയി. രാമച്ച, കരയല്ലേ, അവൾ ഇവിടെങ്ങാനും കാണും. എവിടെയെങ്കിലും പേടിച്ചിരിക്കുമായിരിക്കും. അയാളുടെ കണ്ണുനീർ അവനിൽ വേദന പടർത്തി. രാമചന്ദ്ര, ധൈര്യമായിട്ടിരിക്കുക. പ്രിയമോൾ ഇവിടെ എവിടെയെങ്കിലും കാണും. അവൾക്കൊന്നും സംഭവിക്കില്ലെന്നേ. കരയോഗം പ്രസിഡന്റ് സതീശനും അയാളെ സമാധാനിപ്പിക്കാൻ നോക്കി. എനിക്കൊന്നും അറിയില്ല എൻ്റെ സതീശ. നിറച്ചും കാട അമ്പലത്തിന് പുറക്കിതൊക്കെ. ഇനി എൻ്റെ കൊച്ച് അങ്ങോട്ടെങ്ങാനും പോയോ എന്തോ. ഉള്ളിലുള്ള ആദി അയാൾ തുറന്നു പറഞ്ഞു. എന്തായി പറയണേ? അമ്പലത്തിൽ വരുന്നവരാരും അങ്ങോട്ട് പോവില്ലല്ലോ. മൂക്കും അതൊക്കെ അറിയാവുന്നല്ലേ. അങ്ങനൊന്നും ഉണ്ടാവില്ലടോ. സതീശൻ അയാളുടെ തോളിൽ തട്ടി. അങ്കിൾ, രാമച്ചനെ ഒന്ന് നോക്കിക്കോണേ. ഞാനിപ്പോൾ വരാം. അപ്പോഴേക്കും മുകുന്ദൻ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരിൽ നിന്നും തിരിഞ്ഞു നടന്നിരുന്നു. എന്തിനോ വേണ്ടി അവൻ്റെ കാലുകൾ നീണ്ടെന്ന് മഞ്ചാടിക്കാടിന് നേർക്കായിരുന്നു. ഇനി തപ്പാൻ അവിടം കൂടിയേ ഉള്ളൂ. രാമച്ചൻ പറഞ്ഞതുപോലെ ഇനി അവളെങ്ങാനും അങ്ങോട്ടേക്ക് പോയതാണെങ്കിലോ? മുകുന്ദൻ പൊടുന്നനെ മനസ്സിൽ ചിന്തിച്ചു. ഏയ്, അവൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ തന്നെ ഇവിടെ തൊഴാൻ വരുന്ന ആരും ആ കുഞ്ഞു മതിൽക്കെട്ട് കടന്ന് കുളത്തിന് പിന്നിലുള്ള മഞ്ചാടിക്കാട്ടിലേക്ക് പോയ ചരിത്രമില്ല. അവൻ സ്വയം തിരുത്തി. അല്ലെങ്കിൽ വേണ്ട, ഒന്ന് പോയി തപ്പിയേക്കാം. ഇനി അവിടെ തപ്പിയില്ലെന്ന് വേണ്ട. പോക്കറ്റിൽ കിടന്ന ഫോണിലെ ടോർച്ച് വെളിച്ചം തെളിയിച്ചുകൊണ്ട് അവൻ കുളത്തിനു പിന്നിലുള്ള ഇരുട്ടിലേക്ക് കയറി. കറുപ്പ് കരിമ്പടം മൂടി നിൽക്കുന്നത് പോലെയുള്ള ഇരുട്ടിൽ അവൻ്റെ ഫോണിൽ നിന്നും വ്യാപിക്കുന്ന വെളിച്ചം ഭീകരതയെ സൃഷ്ടിച്ചു. അവിടെ ആകമാനം മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് പടർന്നു നിൽക്കുന്ന കൂറ്റൻ മഞ്ചാടി മരങ്ങൾ ചുറ്റിനും ഭീകരത സൃഷ്ടിച്ചു. അതിൽ കൂടി പടർന്നു കയറി ഇറങ്ങിയ പെരുമ്പാമ്പിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള വള്ളിച്ചെടികൾ അവന് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിന്നു. മുൻപിലേക്ക് കാല് പോലും വയ്ക്കുവാൻ മുകുന്ദൻ ഒരു നിമിഷം ഭയന്നു. ഇങ്ങനെയുള്ള കാട്ടിലേക്ക് അവൾ വന്നിട്ടുണ്ടാവുമോ? എന്തിന്? മുൻപിലുള്ള ഭീകരത അവനെ അത്രമേൽ ചിന്തിപ്പിച്ചു എന്ന് വേണം പറയുവാൻ. അവൻ ഫോൺ ടോർച്ച് ചുറ്റും അടിച്ചു നോക്കിക്കൊണ്ട് ഒരു വിധത്തിലൊരു 10 സ്റ്റെപ്പ് അകത്തേക്ക് കയറി. പൊടുന്നനെ എന്തോ ഒരു സാധനം അവൻ്റെ തലയുടെ മുകളിൽ കൂടി തൊട്ടില്ല രീതിയിൽ പറന്നു. അമ്മേ, ഒന്ന് പേടിച്ചുവെങ്കിലും അവൻ മുകളിലേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കണ്ടു, താൻ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിന് തലകീഴായി കിടക്കുന്ന 100 കണക്കിന് കടവാവലുകളെ. കൃഷ്ണ, അവനറിയാതെ ദൈവത്തിനെ വിളിച്ചുപോയി. പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം അവനെ മുന്നോട്ടേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞുവെന്ന് വേണം പറയുവാൻ. പക്ഷേ കരഞ്ഞു തളർന്നിരിക്കുന്ന രാമചന്ദ്രൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവനിലെ പേടി എങ്ങോട്ടേക്കോ പോയി മറഞ്ഞു കഴിഞ്ഞിരുന്നു. വെട്ടത്തിന് പുറകെ വീണ്ടും ഒരു 10 അടി കൂടി അവൻ എങ്ങനെയൊക്കെയോ മുന്നോട്ട് നടന്നു. അടുത്തുള്ള മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പാമ്പുകളുടെ സീൽക്കാരങ്ങൾ മുകുന്ദനെ വല്ലാതെ ഭയപ്പെടുത്തി. ഈശ്വര, പ്രിയ ഇവിടെ അകപ്പെട്ടു പോയെങ്കിൽ അവൾ ജീവനോടെ ഉണ്ടാകുമോ? മുകുന്ദൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. ആദ്യമായി അവനിൽ ഹരിപ്രിയയെ ഓർത്ത് ആശങ്കയുണ്ടായി.
കൃഷ്ണ, അവക്കൊന്നും പറ്റരുതേ. അവൻ അവൾക്ക് വേണ്ടി ഭഗവാനോട് കേണപേക്ഷിച്ചു. ഇത്തിരി കൂടി അകത്തേക്ക് കാലുകൾ നീക്കിയ മുകുന്ദൻ ഒരു നിമിഷം മുൻപിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞുപോയി എന്ന് വേണം പറയുവാൻ. ഒരു കരിമ്പനയുടെ ചുവട്ടിൽ 2 കണ്ണുകളും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന ഹരിപ്രിയ. അത് കണ്ടത് അവൾക്ക് ജീവനുണ്ടോ എന്ന് പോലും മുകുന്ദന് സംശയം തോന്നി. താനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നതുപോലെയാണ് പെണ്ണിൻ്റെ ഭാവം. ഈ കൊടുങ്കാട്ടിൽ, ഈ കുറ്റാക്കുറ്റിരുട്ടിൽ അവൾ എന്തിനു വന്നു? അവൾക്കെന്തു പറ്റി? 1000 ചോദ്യങ്ങൾ അവൻ്റെ തലച്ചോറിൽ കിടന്നു കയറി. പ്രിയ. അവൾക്കരികിലേക്ക് ഓടിച്ചെന്നിട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് മുകുന്ദൻ പെണ്ണിനെ തട്ടി വിളിച്ചു. വിളി കേട്ടില്ല എന്ന് മാത്രമല്ല, അവളൊന്ന് അനങ്ങുക പോലും ചെയ്തില്ല എന്നാണ് സത്യം. പ്രിയ, എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് മുകുന്ദൻ പെണ്ണിനെ ആശങ്കയോടെ കുലുക്കി വിളിച്ചു. പ്രിയേ. വിളി കേൾക്കാതെ ഇരുന്നവളുടെ തോളിൽ അവൻ ശക്തമായി ഒരു തല്ല് വെച്ചു കൊടുത്തു. പൊടുന്നനെ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അനങ്ങി. ഒരു നീണ്ട ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നവളെ പോലെ. പിടയ്ക്കുന്ന കണ്ണുകളോടെ ഫോൺ വെളിച്ചത്തിൽ അവൾ മുകുന്ദൻ്റെ മുഖത്തേക്ക് അവിശ്വാസത്തോടെ നോക്കി. ശേഷം ചുറ്റിനുമുള്ള പേടിപ്പെടുത്തുന്ന കാട്ടിലേക്ക് നോട്ടം എറിഞ്ഞു. നിനക്കെന്താടി വട്ടുപിടിച്ചോ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. അവക്ക് അനക്കമുണ്ടെന്ന് മനസ്സിലായതും മുകുന്ദൻ ഒട്ടൊരാശ്വാസത്തോടു കൂടി നെടുവീർപ്പെട്ടു. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു കടക്കണം എന്നുള്ള ആലോചന പൊടുന്നനെ വന്നതും മുകുന്ദൻ പ്രിയയുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു. അവൾ എഴുന്നേറ്റ് നിന്നു. പക്ഷേ മുന്നിലേക്കൊരടി വയ്ക്കാൻ ശക്തിയില്ലാത്തവളെ പോലെ പെണ്ണ് ആ മരത്തിലേക്ക് ചാരി നിന്നുപോയി. എന്താ? എന്തു പറ്റി? താഴേക്കും നോക്കിക്കൊണ്ട് നിൽക്കുന്നവളുടെ കാലിലേക്ക് മുകുന്ദൻ പെട്ടെന്ന് തന്നെ വെട്ടം അടിച്ചു നോക്കി. അവനപ്പോൾ കണ്ടു പ്രിയയുടെ 2 കാലിൽ നിറച്ചും ചോര ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നത്. നടക്കാൻ വയ്യേ നിനക്ക്? ഇതെന്ത് പറ്റിയതാ? വല്ല പാമ്പും അവളെ കടിച്ചോ എന്നുള്ള ചിന്തയാണ് അവനിൽ നിന്ന് ആദ്യമായിട്ട് വന്നത്. ചോദ്യത്തിന് പെണ്ണ് മറുപടി നൽകിയില്ല. അപ്പോഴും അവളുടെ മുഖം കുനിഞ്ഞു തന്നെ ഇരുന്നു. മുകുന്ദൻ ഒരു നിമിഷം ആദ്യോടെ ചിന്തിച്ചു നിന്നു. ഫോണിലെ വെട്ടം മുന്നോട്ടേക്ക് കിട്ടുന്ന വിധത്തിൽ സ്വന്തം പോക്കറ്റിലേക്ക് ഫോൺ ഇട്ടു കൊടുത്തു. ശേഷം മുന്നിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പ്രിയ 2 കൈകളിലും കോരിയെടുത്തുകൊണ്ട് കാടിന് പുറത്തേക്ക് വേഗത്തിൽ കാലുകൾ നീക്കി. അവൾക്കൊന്നും പറ്റരുതേ എന്ന് ആ സാക്ഷാൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോഴും ആ പെണ്ണ് മുകുന്ദൻ്റെ മുഖത്തേക്ക് നോക്കി നിർവികാരതയോടെ കിടക്കുകയായിരുന്നു. ശ്രീകോവിലിരുന്ന് പുഞ്ചിരിക്കുന്നവനപ്പോൾ അത്രയും നേരം തൻ്റെ ഭക്തിയെ സുരക്ഷിതമായി കാത്ത ശേഷനാഗത്തിനോട് നന്ദി പറയുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.